DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 7 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരും. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. അടുത്ത അറിയിപ്പ്, കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷികാടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷികാടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് നിലവിലുള്ള പേപ്പർ നോട്ടുകൾക്ക് പകരം പോളിമർ അഥവാ പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള പ്രാരംഭ നടപടികൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ്. പേപ്പർ നോട്ടുകളുടെ അച്ചടി ചിലവ് കേന്ദ്ര സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നീക്കം. പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് ആയുസ് കൂടുതലാണെന്നതും കള്ളനോട്ടുകൾ തടയാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഇവയിൽ എളുപ്പത്തിൽ ഉൾപ്പെടുത്താമെന്നതുമാണ് RBI ഇതിലേക്ക് ആകർഷിച്ചത്. ഇന്ത്യയിലെ വ്യത്യസ്ത കാലാവസ്ഥകളിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ എത്രത്തോളം അനുയോജ്യമാണെന്ന് പരിശോധിക്കാൻ രാജ്യത്തെ 5 നഗരങ്ങളെ പരീക്ഷണാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ കേരളത്തിലെ കൊച്ചിയും ഉൾപ്പെടുന്നുണ്ട്. 10 രൂപയുടെ 100 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ വിതരണത്തിനിറക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത അറിയിപ്പ്, 2025 ഡിസംബർ 31 വരെ ആയിരുന്നു പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുവാനുള്ള അവസാന തീയതി. എന്നാൽ ഈ തീയതിക്ക് മുൻപ് പാനും ആധാറും ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഈ സാങ്കേതിക തടസ്സം പരിഹരിക്കുന്നതിനായി ആദായ നികുതി വകുപ്പ് ഉപയോക്താക്കൾക്ക് പിഴയോടെ ലിങ്ക് ചെയ്യാനുള്ള അവസരം ഇപ്പോഴും നൽകുന്നുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായ പാൻ കാർഡുകൾ വീണ്ടും സജീവമാക്കുന്നതിനായി ഉപയോക്താക്കൾ 1000 രൂപ ലേറ്റ് ഫീസ് പിഴയായി ഒടുക്കേണ്ടതുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക ഫയലിംഗ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുള്ള പേ ടാക്സ് എന്ന സംവിധാനം വഴി ഈ പിഴത്തുക ഓൺലൈനായി അടച്ചതിന് ശേഷം വെബ്സൈറ്റിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും. അടുത്തറിയിപ്പ്, പാചകവാതക വില വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. പുതിയ നിരക്ക് പ്രകാരം ഡൽഹിയിൽ 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് 913 രൂപയിൽ നിന്ന് 942 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നാളിതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത 2.5 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുണ്ട്. അവർ ജൂൺ 30-നകം ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ഈ തീയതിക്ക് മുൻപായി ഈ രേഖ സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ജൂൺ 30-നകം സമർപ്പിക്കണം. ഈ 2 രേഖകൾ ജൂൺ 30-ന് മുൻപായി ഇതുവരെ സമർപ്പിക്കാത്തവർ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.